ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഞായറാഴ്ച രാവിലത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ കൂട്ടുകാരുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിവിടെ സുഖമായി സന്തോഷമായിരിക്കണം. അപ്പം രാവിലെ എണീറ്റു വണ്ടിയൊക്കെ കഴുകിയൊക്കെ ഇട്ട് കൊടുത്തു. ഓട്ടോ ഒക്കെ ഉണ്ട് ചേട്ടൻ്റെ വണ്ടിക്ക്. ചേട്ടനില്ല, വേറെ ഒരാൾ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ആ ജോലിയിലൊക്കെ ഒന്ന് പോയതിന് ശേഷം വന്ന് ചൂടോടെ ഒരു ചായ ഇട്ട് കുടിക്കണ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണേണ്. മൂത്താൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഇളയാളും കൊടൈക്കനാൽ ടൂർ പോയിരിക്കണേണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ആലോചിക്കണേണ്. രാത്രി തലവേദനയും ഛർദിലൊക്കെ ആയിരുന്നില്ലേ അവന്. അപ്പം എന്ത് കാപ്പി ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കിന്ന് ഉറട്ടി ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞ്, ഗോതമ്പ് ഉറട്ടി. അപ്പോൾ ആ സമയം ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങി അവൻ്റെ വണ്ടിയൊക്കെ ഒന്ന് തുടച്ചൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഞാനും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം അടുക്കളയിലോട്ട് വന്ന് ഗോതമ്പ് മാവിനെ എടുക്കണം. ഗോതമ്പ് മാവും വെച്ചൊരു ഉറട്ടി ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെള്ളവും കുറവുണ്ട് കേട്ടോ വീട്ടിനകത്ത്. അപ്പോൾ ഇളയാളാണ് എനിക്ക് വെള്ളമൊക്കെ എടുത്ത് തരണത്. അപ്പോൾ ഞാൻ വെച്ചിട്ട് മോൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു പാത്രം വെള്ളം എടുത്തതാ എന്ന് പറഞ്ഞപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കുന്നതിന് മുമ്പേ അതിനെ നമ്മുടെ തുണിയൊക്കെ വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കൊടുത്ത് നനയ്ക്കാൻ വേണ്ടി. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ആദ്യത്തേന് സ്റ്റെപ്പ് തുറന്ന് വെച്ച് വെള്ളമൊക്കെ ആക്കിയതിന് ശേഷം തുണിയൊക്കെ ഇട്ട് സർഫൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ചെയ്യട്ടെ. അപ്പോൾ നമുക്കിത്തിരി നീക്കി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് വാഷിംഗ് മെഷീൻ ഓൺ ആക്കാൻ പറ്റുള്ളൂ. കാരണം വെള്ളം പോണ സ്ഥലം അവിടെ അടച്ചിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളൊരു ട്യൂബ് വഴിയല്ലേ ഇപ്പോൾ വെള്ളം പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ ആ കാര്യം കൂടെ ഒക്കെ ഒന്ന് ചെയ്തതിന് ശേഷം അടുക്കളയിലെ പണിയിലോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ആ കാര്യം അങ്ങനെ ഒതുക്കി ട്യൂബൊക്കെ അതിനകത്താക്കി വെച്ച് നോക്കിയപ്പോൾ അവിടെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ആ മൂലയിലുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ അടുക്കളയിലൂടെ തറ മണ്ണോട് താന്നിരിക്കണതാണ്. അപ്പോൾ ഞാനൊന്ന് അവിടെയൊക്കെ ഒന്ന് ചവറൊക്കെ മണ്ണൊക്കെ ഒന്ന് തൂത്ത് എടുക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ മോൻ വെള്ളം എടുത്തുകൊണ്ടൊന്ന് തന്നു. ഇപ്പോൾ കൂട്ടുകാരെ ഒരു സന്തോഷം പറയണേണ് കേട്ടോ കൂട്ടുകാരോട്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അതിലെന്നെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ ഫോൺ ചെയ്തൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഒരു തിരുവനന്തപുരത്തുള്ള, കൂടുതലും തിരുവനന്തപുരം മലപ്പുറത്തൊക്കെ ഉള്ള കൂട്ടുകാരാണ് കേട്ടോ വിളിക്കുന്നത് എന്നെ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു അഞ്ചു എന്ന് പറഞ്ഞ എൻ്റെ ഒരു സബ്സ്ക്രൈബ് എന്നെ വിളിക്കും. മലപ്പുറത്തു നിന്നൊരു അപ്പു എന്ന അർപ്പിത വിളിക്കും. നമ്മുടെ കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു റിസക്കുട്ടി എന്നെ വിളിക്കും. അങ്ങനെ കുറേ പേര് എന്നെ വിളിച്ച് എന്നോട് സംസാരിക്കും കേട്ടോ ഫോണിൽ. അപ്പോൾ നമ്മൾ അവരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച്, ഞാൻ അവരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കൂട്ടുകാരെ. അവരുടെ ഒരു ഭാഗമായി എന്നെ ചേർത്തതിന് അവരുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെ. അപ്പം ഞാൻ കൂട്ടുകാരുടെ അടുത്ത കഥ എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ദോശയല്ല കൂട്ടുകാരെ, ഗോതമ്പ് ഉറട്ടിക്കുള്ള മാവ് കണക്കിന് എടുത്ത്. കാരണം ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പം കണക്കിന് ഒരു കപ്പ് കണക്കിന് ഗോതമ്പ് മാവും ശകല ഉപ്പും 1 ടീസ്പൂൺ കണക്കിന് നമ്മുടെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത്, ഇച്ചിരി 3 സ്പൂൺ പഞ്ചസാരയും തേങ്ങയും കൂടെ തിരുവി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരട്ടിക്ക് പരുവത്തിന് ഇത്തിരി കട്ടിക്കാണ് കേട്ടോ ഇത്തിരി കലക്കി എടുക്കണത്. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞിരിക്കണേണ് കേട്ടാ. എന്നെ ഫോണൊക്കെ ചെയ്തില്ലേ, അവരെന്നോട് പറഞ്ഞിരിക്കണേണ് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വരും കേട്ടാ, വിളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ നമ്പരൊക്കെ എനിക്ക് അയച്ചൊക്കെ തന്നു കേട്ടാ. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ഫോണൊക്കെ അവർ വിളിക്കുമ്പം എനിക്ക് എവിടെയോ ഇരിക്കണ എന്നെ അവരുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെ കണ്ടിട്ട് എന്നെ വിളിച്ച് സംസാരിക്കുകയും എൻ്റെ വിശേഷങ്ങൾ കേൾക്കുകയും എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വരുമെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് കേട്ടോ ഇപ്പോൾ തോന്നണത്. കാരണം ഞാൻ അറിയപ്പെടാത്തയും ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു ആളാണ്. രാവിലെ എണീക്കും, വീട്ടിലെ ജോലി ചെയ്യും, സ്കൂളിൽ പോവും, അവിടുത്തെ ജോലി ചെയ്യും, അവിടെ നിന്ന് നേരെ വീട്ടിൽ വരും, അവിടെ നിന്ന് വീട്ടിൽ വന്ന് വൈകുന്നേരം ചേട്ടനും മക്കളൊക്കെ വരുമ്പോൾ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിനുശേഷം തട്ടുകടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ലോകം ഇത്രയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോ ചെയ്യാൻ തുടങ്ങി. 1 വർഷവും 2 മാസവുമായി.
അപ്പോൾ ഈ 1 വർഷം 2 മാസം കൊണ്ടും എനിക്ക് കുറേ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കുറേ കൂട്ടുകാരെ കിട്ടി, എന്നെ സ്നേഹിക്കുന്നവരെയും ഞാൻ അവരെയും കണ്ടിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഒരു സ്വന്തം ആൾക്കാരെ പോലെയുള്ള ഒരു സ്നേഹം എനിക്ക് അവരോട് തോന്നിയാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എനിക്ക് എന്ന് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തുമില്ല. കാരണം അവരൊക്കെ എൻ്റെ വീഡിയോ കാത്ത് ഇരിക്കുന്നവരായിരിക്കും. അർപ്പിത എന്ന് പറഞ്ഞൊരു മോള്, ആ മോളുടെ പേര് വന്നിട്ട് അപ്പു എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അപ്പു എന്ന് കേട്ടപ്പോൾ ഒരു ഇതായിരുന്നു, നമ്പർ കൊടുക്കണോ വേണ്ടേന്നൊക്കെ. പക്ഷേ ആ മോള് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പേര് അപ്പു അല്ല അർപ്പിതയാണ്, അപ്പു എന്ന് അതിലിട്ടിരിക്കണേണ്. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, മലപ്പുറത്തുള്ള ഒരു മോളാണ് കേട്ടോ. അപ്പോൾ ആ മോളോട് ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ ഫോൺ ചെയ്യാൻ വേണ്ടി ആരാണ് മോൾക്ക് പറഞ്ഞു തന്നതെന്ന് ചോദിച്ചു. അത് എനിക്ക് ആൻറ്റീനെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് അമ്മയാണ് എനിക്ക് ഫോൺ വിളിച്ച് തന്നത്, സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ മോളോട് സംസാരിച്ചു. കൊച്ചുകുട്ടിയാണ് കേട്ടോ. അത് അഞ്ചു എന്ന് പറയണ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ആളുണ്ട്. അവർ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ വലിയതുറയുടെ ഭാഗത്തൊക്കെ അവരിവിടെ വരും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്തോ വന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ അവർ തിരക്കി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, വിളിച്ചൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇനി എങ്ങനെ ഞാൻ ഇത് പറയും, എനിക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല കൂട്ടുകാരെ, എന്നെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കുണ്ടല്ലേ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്. പുതിയ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടാറ്റാ.